അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകും. 10 ലക്ഷം രൂപ വീതം ഓണത്തിന് മുൻപ് നൽകും. 18 കുടുംബങ്ങളാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചത്. ആൽവിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആൽവിൻ, വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഈ 18 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വിവരമെത്തുന്നത്. എപ്പോഴത്തേക്ക് തുക നൽകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? അരുണ്യ, ഒരു മാസത്തോളമായി അടിമാലിയിലെ ഈ ദുരിതബാധിതർ അവരുടെ സമരത്തിലാണ്. നമുക്കറിയാവുന്ന പോലെ പല ആവർത്തി നമ്മൾ വാർത്ത നൽകുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഒടുവിൽ റവന്യൂ മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവർക്ക് 10 ലക്ഷം രൂപ വീതം ഒരു കുടുംബത്തിന് ലഭിക്കുമെന്നുള്ളതാണ്. 18 കുടുംബങ്ങളാണ് ഇതിൽ ഇപ്പോൾ സമരത്തിലുള്ളത്. നേരത്തെ 8 കുടുംബങ്ങൾക്ക് നൽകിയിരുന്നു. ഈ 18 കുടുംബങ്ങൾക്കും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അവരുടെ വീടും സ്ഥലവും അവർ സമ്പാദ്യങ്ങൾ മുഴുവൻ പോയ അവസ്ഥയിലാണ്. സ്വാഭാവികമായും അവരെ വീടും സ്ഥലവും എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ നഷ്ടപരിഹാര തുക എന്ന നിലയിലാണ് ഇപ്പോൾ 10 ലക്ഷം രൂപ നൽകുമെന്നുള്ള ഉറപ്പ് റവന്യൂ മന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് ഓണത്തിന് മുൻപ് തന്നെ അതിൻ്റെ നൽകാനുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. വരുന്ന ക്യാബിനറ്റിൽ ഈ വിഷയം ഉടൻ തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷമാകും തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ കുടുംബങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ രാപകൽ സമരം നടത്തി, പിന്നീട് പട്ടിണി സമരം നടത്തി, അത്തരത്തിൽ സമര രീതിയിലുള്ളതായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴും അവർ പറയുന്നത് അവർ കിട്ടുന്നതുവരെ സമരം തുടരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ അവർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ആ തീരുമാനം ഉടൻ തന്നെ ലഭ്യമാകും, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട തുക ലഭ്യമാകുമെന്ന് തന്നെയാണ് അവർ ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരുള്ളത്. നമുക്കറിയാവുന്ന പോലെ ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ മൂലമാണ് അത്തരത്തിലൊരു അപകടം അന്ന് അവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും ഏതാണ്ട് ഇത്രത്തോളം കുടുംബങ്ങളുടെ വീടും നഷ്ടമാവുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ അവർ വലിയ സമരത്തിലായിരുന്നു. അവർക്ക് ആവശ്യമായ അർഹമായ നഷ്ടപരിഹാര തുക വേണമെന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. ഇത് എഫ് രാജ MLA അടക്കം, ദേവികുളം MLA അടക്കമുള്ളവർ കഴിഞ്ഞ ആഴ്ച അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് കൂടിയാണ് ഇപ്പോൾ സർക്കാർ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. റവന്യൂ മന്ത്രി ഇന്നിപ്പോൾ ഇടുക്കി ജില്ലയിലുണ്ട്. അദ്ദേഹം ചില പരിപാടികളുമായി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൂടി പെട്ടതോടുകൂടിയാണ് അദ്ദേഹം ഈ തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ഓണത്തിന് മുൻപ് തന്നെ അവർക്ക് നഷ്ടപരിഹാര തുക കൈമാറും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ റവന്യൂ മിനിസ്റ്റർ അറിയിച്ചിട്ടുള്ളത്. അരുണ്യ.